നമസ്കാരമുണ്ട്. നീതി മുന്നെയാണ് നിൽക്കുന്നത്. ഇത് ചേട്ടൻ എത്ര കൊല്ലം ജയിലിൽ കിടന്നു? 4 വർഷം ജയിലിൽ കിടന്ന ഒരു ചേട്ടൻ്റെ അനുഭവമാണ് ഇപ്പോൾ പറയുന്നത്. അവിടെ എന്തൊക്കെ ചാപ്പാട് കിട്ടും എന്നൊക്കെയുള്ള രസകരമായ കാര്യം. ഒരു ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ എത്ര മണിക്ക് നമുക്ക് ചായ തരും എന്നൊക്കെ ഉള്ളൊരു വളരെ വിഷമത്തോടു കൂടിയുള്ള ഒരു ചേട്ടൻ ഈ 4 കൊല്ലം അകത്ത് കിടന്നപ്പോൾ എങ്ങനെയുണ്ട്? 4 കൊല്ലം ഞാൻ കിടന്നില്ല, 4 വർഷത്തിന് മുമ്പ് കിടന്നതാണ്. 4 വർഷത്തിന് മുമ്പ് കിടന്നതാണ്. 10-60 ദിവസം കിടന്ന 10-60 ദിവസം കിടന്ന 60 ദിവസം കിടന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ആഹാരം തരുന്ന കാര്യങ്ങളും, ഇറച്ചി ഏകദേശം 350 ഗ്രാമോളം ഒക്കെ ഉണ്ട്. പക്ഷേ ചേട്ടൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ആ ഇറച്ചി കഴിച്ചില്ലെന്നൊക്കെ പറയുന്നു അല്ലേ? അതെ, കഴിച്ചില്ല. ഇപ്പൊ പോകാൻ ആഗ്രഹം വല്ലതും ഉണ്ടോ? ഇനിയിപ്പോൾ ഇങ്ങോട്ടൊന്നും പോകണമെന്ന് വലുതായി, എങ്ങനെങ്കിലുമൊക്കെ കഴിഞ്ഞ് പോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമാണ്. ഈ പിള്ളേർ സെറ്റ് ഒക്കെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടേ ജയിലിൽ കിടക്കുമ്പോൾ നല്ല ഫുഡാണ്, അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ കേസ് നടത്തി അല്ല കേസിലൊക്കെ പ്രതിയാകുമ്പോൾ പോകുമ്പോൾ വളരെ സന്തോഷമായിട്ടൊക്കെ പോകുന്നത്. അല്ല, ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ അവിടെ ഉണ്ട്. നല്ല നിർദ്ദേശങ്ങളും നല്ല കാര്യങ്ങളും കൂടെ ഇതിനകത്ത് അവിടെ ഉപദേശങ്ങളൊക്കെ ഉണ്ട്. ഉപദേശങ്ങളും യഥാർത്ഥത്തിൽ ജയിലെന്ന് പറയുമ്പോൾ ഒരു ഗുരുകുലം തന്നെ ജയിലെന്ന് പറയുന്നത്. അതെ, ഒത്തിരി നല്ല കാര്യങ്ങൾ പഠിക്കാത്തവരായാലും ഒരു 2 മാസം കിടക്കുമ്പോൾ അവർ ഒരുമാതിരി വൃത്തിയാക്കിയാണ് അവർ വിടുന്നത്. പിന്നെ രണ്ടാമത് എമ്പാടുത്തരം കാണിച്ചിട്ട് അങ്ങോട്ട് ചെല്ലരുത്. ഓക്കെ, അന്നേരം ചേട്ടന്റെ ഉപദേശമൊക്കെ കൊള്ളാം. എന്തായാലും നമ്മൾ ആ ചേട്ടന്റെ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. കഴുപ്പ് പിടിച്ച 2 പ്രാവശ്യം ജയിലിൽ കിടന്ന കക്ഷിയാണ് ഞാൻ, അതുകൊണ്ടായി പറയുന്നത്. നല്ല അരിയാണോ? അല്ലേ? എവിടെ വേറും പുഴുത്തരി 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 50 കിലോ പിന്നെ ആട്ടിറച്ചിയാണ് അവിടെ ഒരാഴ്ച ഉണ്ടാക്കുന്നത്. ഇതിന്റെ കഴുകുന്ന വെള്ളമാണ് അതിനകത്ത് കിടക്കുന്ന, ജയിലിൽ കിടക്കുന്ന ഞാൻ ഉൾപ്പെടെ കഴിച്ചിട്ടുള്ളത്. കഴുകുന്ന വെള്ളം, അതിനകത്ത് കുറെ മുളക് പൊടിയും വെണ്ടപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വെച്ച് കുടിയിടാന്ന് പറയും. കുടിച്ചില്ലെങ്കിൽ കുടിയിടാന്ന് പറയും. കുടിച്ചു പോകും. അപ്പൊ ഇപ്പൊ എല്ലാരും ജയിലിൽ പോയാൽ നല്ല ചാപ്പാടാന്ന് പറഞ്ഞു. എവിടെ ഇപ്പൊ നല്ല ചാപ്പാട്? എന്നാ ചേട്ടൻ പോയെ? ഇനിയിപ്പം പോയിട്ട് കാര്യമില്ലല്ലോ. എന്നാ പോയെ? എത്ര വർഷമായി? ഇപ്പൊ ഞാൻ കയറിയിട്ട് ഇപ്പൊ ഒരു 4 കൊല്ലം കഴിഞ്ഞു. 4 കൊല്ലം കഴിഞ്ഞു. അയ്യോ, അന്നേരം ഈ പത്മകുമാറും ഭാര്യയും മകളും ഒക്കെ പോയി കഴിക്കുന്നത് ഇത് തന്നെയാണോ? ഇല്ല, അവർക്ക് പ്രത്യേകം ഉണ്ട്. പ്രത്യേകം അവിടെ സെല്ലിനകത്ത് പല വിധമാണ്. കഴിവുള്ളവന് നല്ല ഭക്ഷണം ഉണ്ട്. പരാതി പറയും. ഒരാൾക്ക് 350 രൂപ ഇറച്ചിയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഇറച്ചി നമ്മളെ പാത്രം കൊണ്ട് ചെല്ലുന്ന ഈ ഇറച്ചി അവർ തരും എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം അല്ലാതെ ഒന്നുമില്ല. അപ്പൊ തോരത്തിനകത്ത് ഇട്ടതങ്ങ് പിഴിഞ്ഞിട്ട് ഈ ചാറ് മാറ്റി വെച്ചേക്കും. ഈ കൊന്ത് സൂപ്രണ്ടന്റെ കയ്യിലോട്ട് കൊടുക്കും. ഇങ്ങോട്ട് വരും 4 മണിക്ക്. എന്തെങ്കിലും പരാതി വല്ലതും ഉണ്ടോന്ന് ചോദിക്കും. അപ്പം പറയും ഉണ്ടെന്ന് പറയും. അപ്പം ഈ പരാതിക്കാരനെ ഈ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കാണിക്കുന്ന ഉടനെ സൂപ്രണ്ട് പറയും ശരിയാക്കി തരാം. ഇയാള് റൂമിൽ ചെന്നുകൊണ്ട് പറയും അവനെ വിളിച്ചോണ്ട് വരാൻ പറയും. എന്നിട്ട് ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് കൊണ്ട് ചെന്ന് കുനിച്ചു നിർത്തിയായി ഇടിക്കുന്നത്. ചേട്ടാ അങ്ങനെ പരാതി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഞാനിത് കഴിക്കത്തില്ല. കാരണം ഈ മാംസങ്ങളോട് നമുക്ക് താല്പര്യമില്ല. പക്ഷെ മാംസം കഴിച്ചായിരുന്നെങ്കിൽ പരാതി പറഞ്ഞേനെ. ഞാൻ കഴിച്ചായിരുന്നെ പറഞ്ഞേനായിരുന്നു. എന്തിനാ ഭയക്കുന്നേ? ജനിച്ചാ ഒരിക്കൽ എന്തായാലും ഇവിടെ മരണം ഉറപ്പാ. അത് തന്നെ ഭയക്കേണ്ട കാര്യമില്ല. ഉള്ളത് നമുക്ക് എവിടെയും പറയാം. ജയിലിൽ എത്ര മണിക്ക് കാപ്പി കിട്ടും? ജയിലില് രാവിലെ വെളുപ്പിലെ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞാൽ 5 മണിക്ക് അവര് വന്ന് എഴുതിപ്പിക്കും. പുറത്തുനിന്ന് ഗേറ്റിൽ ഒരു അടി അടിക്കും. കോയെന്ന് വിളിക്കും. ചാടിപ്പടച്ച് എഴുതി അമ്മക്കാലം പൂട്ടി അവിടെ ഇരിക്കണം. അപ്പൊ തല എണ്ണ എടുക്കണം. എണ്ണ. അപ്പൊ ആ സെല്ലിൽ ഇത്ര പേരുണ്ട്. അപ്പൊ ഈ എണ്ണമാണ് അവിടെ കൊടുക്കേണ്ട കലവറ കൊടുക്കുമ്പോഴാണ് അതനുസരിച്ചാണല്ലോ അവിടെ അരി ഇടുന്നത്. അപ്പൊ ഈ സമയത്ത് പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഏതാണ്ട് 1 മണിക്കൂർ എടുക്കും. അപ്പം പിന്നെ ചായ തരും. ഈ ചായ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞു, ആ ചായക്കകത്ത് കാര്യങ്ങളുള്ളതാണ്. അത് കുടിച്ചേ പറ്റും. കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് തരുന്നതാണ്. അത് കഴിക്കണം. അത് കഴിച്ചില്ലെങ്കിൽ അത് ജയിലിൽ ചിലപ്പോൾ തല്ലിപ്പൊട്ടിക്കും. കാരണം ആ സാധനം അതിനകത്ത് കയറ്റുന്നത്. അത് ഡെയിലി ഈ രാവിലെ ഈ ചായക്കകത്ത് തരും. ആ സാധനം എന്ന് പറഞ്ഞാൽ വേറെ എന്തിനാ വിളിക്കുന്നത്? കടുക്ക തരും. കടുക്ക വെള്ളത്തിനകത്തിട്ട് കൂത്തിട്ട് അതിനകത്താണ് ചായ ഉണ്ടാക്കി തരുന്നത്. അപ്പൊ അതിനകത്ത് അനുസരിച്ച് ഇവിടെ കിടന്നുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ സാറന്മാരെ ഇവിടുത്തെ നിയമം. ഉച്ചയ്ക്ക് എത്ര മണിക്ക് ചാപ്പാട് തരും? ഉച്ചയ്ക്ക് കറക്റ്റ് 12 മണിയാകുമ്പം ബെല്ലടിക്കും. 12 മണിക്ക് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ക്യൂ നിൽക്കണം. ക്യൂ നിൽക്കുമ്പം നമ്മള് അതെല്ലാം ജയിൽ പുള്ളികളായി തരുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് എന്തെങ്കിലും നമ്മളൊരു പരാതി പറയുക ഇച്ചിരി കറി കൂടെ വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒത്താവത്ത് കാരണം ഇച്ചിരി കറി കൂടെ വേണം. തന്നെ അവിടുത്തെ സ്ഥിതി. പിന്നെ പരമാവധി അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്.
ഇടത്തട്ടുകാരൻ ജയിലിൽ കയറും. ജയിലിൽ കയറരുത്. ഏറ്റവും പാവം എന്ന് പറഞ്ഞാൽ അന്നൊന്ന് ഇറങ്ങിപ്പോയി പിന്നെ നമ്മള് ഒരു കഴിപ്പെട്ട ഒരു ജീവിതക്കാരുണ്ട്, അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ജയില്. പിന്നെ ഏറ്റവും ടോപ്പ് താമസിക്കുന്നവർക്കും കൊള്ളാം. ഇടത്തട്ടുകാരന് അവിടെയും വകുപ്പില്ല, ഇവിടെയും ഇല്ല, എങ്ങുമില്ല. അതെല്ലാം വലിച്ചു കൊള്ളിട്ടാലും ഇത് കാണാനോ കേൾക്കാനോ ഒന്നും ഇവിടെ ആരുമില്ല. ആരോടും പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. പരാതി പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും വൃത്തിയതാ. കുറെ കാലം കൂടെ ജീവിച്ചിരിക്കും.